2024 ഇതാ അവസാനിക്കാൻ പോകുന്നു. ഈ 2024 നമ്മുടെ മലയാളത്തിൽ എത്ര സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയുമെങ്കിൽ കൃത്യമായിട്ടുള്ള നമ്പർ ഒന്ന് ഇതാ ഇപ്പൊ നമ്മുടെ ബറോസ് അടക്കം ഇപ്പൊ ബറോസ് മറ്റൊക്കെ റിലീസ് ആയിട്ടുണ്ട്. അതടക്കം റിലീസാക്കപ്പെട്ടതിന് ശേഷം എത്ര സിനിമകൾ മൊത്തം നമ്മുടെ 2024 വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഇതിനിടയിൽ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒറിജിനൽ കൃത്യമായ നമ്പർ ഞാൻ അതിന് ശേഷം പറയാം. എല്ലാവരും കമന്റ് അടിച്ചതിന് ശേഷം ഞാൻ പറയാം. എന്തായാലും സുഹൃത്തുക്കളെ, ഈ വർഷം നമ്മുടെ റിലീസ് ചെയ്തത് ഇത്ര സിനിമകളാണ്. നിർമ്മാതാവിന് ലാഭം കൊടുത്തത് വെറും 22 സിനിമകളാണ്. എന്തായാലും ചെറിയ ഒരു കുളുവൊക്കെ പറഞ്ഞു തരാം. 200-നപ്പുറം സിനിമകൾ 2024 റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊരു അത്ഭുതമായിട്ടുള്ള നമുക്ക് തോന്നാൻ കേട്ടോ. 100 കോടി അതിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത നമ്മുടെ ഗുണ കേവൊക്കെ ആ ഒരു സിനിമയിലൊക്കെ പെടുന്നുണ്ട്, മഞ്ഞുമൽ ബോയ്സ്. എന്തായാലും 2024 ഏകദേശം 200-നപ്പുറം സിനിമകളാണ് റിലീസ് ചെയ്തത്. പക്ഷെ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 22 സിനിമകൾ മാത്രമാണ് അത് നിർമ്മാതാവിന് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 180 ചില്ലറ സിനിമകൾ ഒരു അപാര വൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ടെന്നും ഒരു വലിയ നഷ്ടം സിനിമാ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അന്നത്തെ നമ്മുടെ 2024 സൂപ്പർ ഹിറ്റ് സിനിമകൾ എന്നുള്ളതാണ്. 2024 മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയായിരുന്നു ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു സിനിമയായിട്ട് മാറിപ്പോയത്. അത് തമിഴ്നാട്ടിലടക്കം അതിഗംഭീരമായിട്ടുള്ള ഒരു പൈസ വാരലൊക്കെ നടത്തിയ സിനിമയാണ്. പിന്നീട് പ്രേമലു എന്ന് പറഞ്ഞ സിനിമയാണ് രണ്ടാമത് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക. ഈ 2024 മമ്മൂട്ടിയുടെ കൂടി ഒരു വർഷമാണെന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ, ഈ കളറിന്റെ ലോകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറങ്ങുക, അതിങ്ങനെ പണം വാരുക എന്നൊക്കെ പറയുന്നത് ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ അപ്പോഴും ആ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന മെഗാ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർഡം അപ്പോഴും തകരാതെ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ അത്ഭുതമുള്ള കാര്യമാണ്. പിന്നീട് ആവേശം എന്ന് പറഞ്ഞ സിനിമയാണ് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലേക്ക് പോയത്. അതിനുശേഷം പിന്നീട് ആടുജീവിതം, വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ, ടർബോ, വാഴ, ARM, കിഷ്കിന്ധ കാണ്ഡം, ഇത്രയും സിനിമകളാണ്. ഇപ്പോ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഉണ്ണി മുകുന്ദന്റെ സിനിമ കൂടി അതുപോലെ തന്നെ ആഷിഖ് കപൂറിന്റെ സിനിമ കൂടി ഈ ഒരു ഗണത്തിലേക്ക് വരും കേട്ടോ. അത് നമുക്ക് തടയാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന സമയത്ത് ആ സിനിമകൾ റിലീസ് ആയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആ സിനിമകൾ കൂടി ഈ ഒരു ഗണത്തിലേക്ക് വിടും. ഒരു സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമകളൊക്കെ വഴിമാറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തൊക്കെയായാലും ഇത്തരം സിനിമകളാണ് സൂപ്പർ ഹിറ്റുകളായിട്ട് മാറിയതെങ്കിൽ ഹിറ്റുകൾ എന്ന് പറയുന്ന സിനിമ ഹിറ്റുകൾ എന്ന രീതിയിലേക്ക് മാത്രം മാറ്റി നിർത്താവുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് മമ്മൂക്കയുടെ തന്നെയാണ്, അത് എബ്രഹാം ഓസ്റ്റർ. മമ്മൂക്ക എന്നതിനേക്കാൾ കൂടുതൽ ജയറാമിന്റെ സിനിമയായിരുന്നു, മമ്മൂക്ക കൊണ്ടുപോയി. എന്തായാലും എബ്രഹാം ഓസ്റ്റർ എന്ന് പറയുന്ന സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന പറഞ്ഞ ടൊവിനോ തോമസിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്വേഷണ സിനിമ തന്നെയായിരുന്നു. ആ സിനിമയും ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയത്. ബൊഗൈൻവില്ല എന്ന് പറയുന്ന ഒരു അതിഗംഭീര സിനിമ കൂടി ഇറങ്ങിയിരുന്നു. ഹലോ മമ്മി, സൂക്ഷ്മദർശിനി, പണി, ഈ സിനിമകളൊക്കെ ഹിറ്റ് സിനിമകളാണ്. നിർമ്മാതാവിന് വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കിയില്ല, അത്യാവശ്യം ലാഭമൊക്കെ കൊയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി OTT-യിലേക്ക് എത്തുമ്പോൾ കൃത്യമായിട്ട് നിർമ്മാതാവിന് അത്യാവശ്യം പൈസ കളഞ്ഞ്, എന്തായാലും ഇത് നിർമ്മാതാവിന് എന്തെങ്കിലും പൈസ കിട്ടണ്ടോ, അത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു ആവറേജ് സിനിമകളായിട്ട് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത് ഒന്ന് തലവനാണ്, പിന്നീട് ഗോളം, നുണക്കുഴി, അഞ്ചക്കള്ളക്കൊക്കാൻ, ഉള്ളൊഴുക്ക് എന്നീ സിനിമകളൊക്കെ ഒരു ആവറേജ് ഹിറ്റുകൾ എന്ന രീതിയിലാണ് 2024 കഴിഞ്ഞു പോയത്. എന്തായാലും 2025 എത്താണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന മമ്മൂട്ടിയുടെ കുറെ സിനിമകൾ, മോഹൻലാലിന്റെ മമ്മൂട്ടി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമകൾ, ടൊവിനോ തോമസിന്റെ സിനിമകൾ ഒക്കെ നമുക്ക് ഇനി അടുത്ത വർഷം നമ്മുടെ മുമ്പിലേക്ക് ഏറ്റവും ഗംഭീരമായിട്ട് ഇറങ്ങാനുണ്ട്. 2025 ഒരു അതിഗംഭീര സിനിമാ വർഷം തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ തവണ ഇറങ്ങിയ ഈ ഒരു സിനിമകളെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഇതുവരെ പയറ്റി തെളിഞ്ഞ സംവിധായക സിനിമകളൊന്നും അത്ര നന്നായിട്ട് വിജയിച്ചില്ല എന്ന് മാത്രമല്ല, ഏറ്റവും പുത്തനായിട്ടുള്ള സംവിധായകരുടെ സിനിമകളാണ് അതിഗംഭീരമായിട്ട് വിജയിച്ചത്. അങ്ങനെയാണെങ്കിൽ പുതിയ സംവിധായകരൊക്കെ വീണ്ടും ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം സിനിമകളൊക്കെ ഇറങ്ങുകയും അത് ഗംഭീരമായിട്ട് വിജയം കൊയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, 2025 ഒരു നല്ല സിനിമാ വർഷത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കാലുകുത്താമെന്ന് വിചാരിക്കുന്നു. ബൈ.